ഈ മാഹിയിൽ ഒരു ഡി അഡിക്ഷൻ സെന്റർ, അതാണല്ലോ അവളുടെ ലക്ഷ്യം. ആണോ? നമ്മളെ കൊണ്ടൊരു മണ്ണാങ്കട്ടി സാധിക്കാൻ പോകുന്നില്ല. അപ്പൊ അതെങ്ങനെ നടത്തുന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. സ്നേഹിച്ച പെണ്ണിന് വേണ്ടി താജ്മഹൽ പണി തൊടുത്തില്ലേ മറ്റേ കാർന്നോര്? അപ്പൊ ഇതെന്തായാലും നടക്കൂല. അതൊക്കെ എളുപ്പമാടോ കാശുണ്ടെങ്കിൽ. എന്താ ഒരു വഴി? അത് ഏത് വഴിയാണെങ്കിലും നിങ്ങൾ ആ വഴി പോയിക്കോ, ഞാൻ ഇപ്പുറത്തെ വഴി കൂടി പോവാണ്. അതല്ലടോ, മാഹിക്കാരുടെ സ്വന്തം ആഭ്യന്തരമന്ത്രി ഭാഗ്യനാഥ് സാർ, അദ്ദേഹം വിചാരിച്ച നടക്കും. മോന്റെ സീറ്റിന്റെ കാര്യം പറഞ്ഞിരുന്നു. അത് നമുക്ക് ശരിയാക്കാം സാർ. ഞങ്ങൾ അഴിയൂർ ബ്രാഞ്ചിൽ നിന്ന് വരുന്നത് സാർ. നാളെ ഒരു ഉദ്ഘാടനമുണ്ട് സാർ, മറക്കരുത്. ആയിക്കോട്ടെ. ഓക്കെ സാറേ, ഈ മോന്താല് ബോട്ട് ജെട്ടിന്റെ പെർമിഷന് വേണ്ടിയിട്ടായിരുന്നു. ജോൺസൺ ഇത് വെച്ചോ. സാറേ, ബൈപ്പാസിന് സ്ഥലം കൊടുത്തതാ, ഇതുവരെ ഒന്നും. ഇത് വെച്ചോളൂ. ഓക്കെ സാർ. ഓഫീസിൽ വന്നാൽ മതി കേട്ടോ. ആ, വിളിച്ചിരുന്നു അല്ലേ? പി എ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സർ, ഞങ്ങളൊന്ന് സഹായിക്കണം. എന്താ? അതായത് മാഹിയിലൊരു ഡി അഡിക്ഷൻ സെന്റർ. ഇരിക്കും. നിങ്ങളുടെ ആശയമൊക്കെ നല്ലതാ, പക്ഷെ മാഹിയിൽ അത് നടക്കില്ല. സാർ ഉദ്ദേശിക്കുന്നത് കലേഷിനെ പോലുള്ളവരെയാണോ? അതൊരു നിസ്സാരക്കാര്യമല്ലല്ലോ. ജനങ്ങൾ അവർക്കൊപ്പാ. അവരുടെ വോട്ട് വാങ്ങി വിജയിക്കുന്നു. ഞാൻ എങ്ങനെയാ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടുക? രാഷ്ട്രീയമല്ലടോ. സർ, ഈ ജനങ്ങളില് ഞങ്ങളും പെടില്ലേ സർ? രോഗികൾ കൂടുമ്പോ ആടെ ആശുപത്രി വരാറില്ലേ? അതുപോലെ മദ്യപാനങ്ങൾ കൂടുന്ന ഈ മാഹിയില് ഒരു ഡി അഡിക്ഷൻ സെന്റർ വേണ്ടേ സർ? ഈ മാഹി എന്ന ഇട്ടാവട്ടം വെറും 9 സ്ക്വയർ കിലോമീറ്ററിലാണ്. അവിടെ 67ഓളം ബാറുകളും ലിക്കർ ഷോപ്പുകളും ഉണ്ട്. മദ്യത്തിന് ഇത്രയും വില കുറവുള്ള സ്ഥലം അടുത്തുണ്ടാവുമ്പോ ജനങ്ങൾ കുടിക്കുന്നത് സ്വാഭാവികമല്ലേ? പിന്നെ ഡി അഡിക്ഷൻ സെന്റർ ഗവൺമെന്റിന്റെ വരുമാനവും ഒരു ഘടകമല്ലേ? അത് ശരിയാ. ഒരു ഗവൺമെന്റിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നത് ഓരോ പൗരന്റെ കടമയാണ്. അതുകൊണ്ടല്ലടാ ഞാൻ ഡെയിലി അടിക്കണേ. ഇതിനാദ്യം വേണ്ടത് ജനങ്ങളെ നമ്മളോടൊപ്പം നിർത്തുക എന്നതാണ്. പിന്നെ പറ്റിയ സ്ഥലം, അതിനുള്ള ലൈസൻസ്, എല്ലാം കൂടെ ഒരു 19 ലക്ഷം രൂപ ചെലവ് വരും. അത് നിങ്ങൾ കണ്ടെത്തണം. പോവാ. പിന്നെ ഒരു കാര്യം, നിങ്ങൾ എതിര് നിൽക്കുന്നത് ഇവിടുത്തെ മദ്യ മാഫിയകളോടാണ്. സാറ് ഞങ്ങളുടെ കൂടെ നിന്നാ മതി. നിങ്ങളൊക്കെ പിള്ളേരല്ലേ, സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുക. മന്ത്രിയാണെങ്കിലും വിവരം എന്നാ ശരി. എന്താ ചെയ്യാ? അല്ല മനു, അപ്പൊ നമുക്ക് ആദ്യം ഒരു അക്കൗണ്ട് തുറക്കണം, പിന്നെ ഒരു FB പേജും. അത് ഞാൻ ഷെയർ ചെയ്യുന്ന കാര്യം ഞാൻ. അതിലൂടെ മാഹിയിലെ സോമനടിക്കരെ തേടിയുള്ള ഒരു യാത്ര. മദ്യപാനികളെ എന്റെ പൊന്നു മോനെ, രാവിലെ മുതൽ തൊഴാൻ തുടങ്ങി. ഒറ്റ കുടീനെ കാണാൻ പറ്റില്ലല്ലോ. എന്റെ ഫോണിന്റെ ചാർജ് ഇരുന്നട്ടാ. ഇതിപ്പോ നായിനെ കാണുമ്പോ കല്ല് കാണാന്ന് പറഞ്ഞ മാതിരി നമ്മളെ ഇയാളെ എടുത്ത ആസ്ഥാന കുടിയനാ. മാങ്ങാത്തൊലി പാട്ട് തന്നെ പാടിയത്. പോവാ, ക്യാമറ ഓൺ. തങ്കമ്മ പെണ്ണുണ്ട് ബാറിൽ. അയ്യോ, തങ്കമ്മ പെണ്ണുണ്ട് ബാറിൽ. നല്ല ബെഞ്ച്. ഇതാരാണ് ഇവിടെ കൊണ്ടിട്ട്? അയ്യോ, പൊക്കം കൂടി ബെഞ്ചിന്. ഇവിടെ ഇത്രയും കാലം കുടിക്കാന്നല്ലാണ്ട് കുടിയന്മാരെ സൗന്ദര്യം കാണുപ്പോഴാ. അയാൾക്ക് എന്തൊരു വിഷമം ഉണ്ടോ, അല്ലാണ്ട് അയാൾ ഇങ്ങനെ ആവൂല. ആണോ? ഇതില് ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട്, പോസ്റ്റ് ചെയ്യട്ടെ. അയാളുടെ വീട്ടിലെ കാര്യങ്ങളാണ് നമ്മൾ ജനങ്ങളെ അറിയിക്കുന്നത്. അതിന് വീട് കണ്ടുപിടിക്കും. ഈ കുടിയന്മാരെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഞാൻ ചോദിച്ചിട്ട് കാണാൻ എന്തൊരു ചേല്. അവള് തരണ കുപ്പിയിൽ റമ്മല്ല തേനാണ് പൊന്നളിയ. ഒരു കാര്യം പറയാണ്ട്. ഇപ്പോഴാണ് ലൈവ് ആയത്. അടിപൊളി. ലൈക്സ് വന്നു തുടങ്ങിട്ടോ. നിങ്ങളെ രക്ഷിക്കാൻ വന്ന എന്നെ വേണം തല്ലേ. ആദ്യം നിന്നെ രക്ഷിക്കണേ, ഇല്ലെങ്കിൽ ഇതുപോലെ കിട്ടും. എന്താ അടിയാണ്ട് അടിച്ചു? പല്ലു പോയോ? പല്ലു പോയി. ഇതന്നെ വീട്. കറക്റ്റ്. തങ്കമ്മ പെണ്ണെ വാടി. വീട് നമുക്ക് ഒരു കാര്യം മിസ്സാവരുത് കേട്ടോ. കംപ്ലീറ്റ് എടുക്കണം. ഇയാളുടെ നശിച്ച കുടി. എന്താടി നിന്റെ കുടുംബത്തിൽ കുടിക്കണേ?
മക്കളെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അയ്യോ എന്താട്ടാ അത്? എന്തായി ചെയ്യുന്നേ? മകളെ നിന്റെ മകളാ നിന്റെ മകളാ കൊണ്ടുപോയി കൊണ്ടുപോ ഇറങ്ങി ഇറങ്ങി തീർന്നാ? ഏച്ചി ഒരു മിനിറ്റ്. ഏച്ചി ഓട്ടൻ എന്നും എങ്ങനെയാണോ വരുന്നത്? നമുക്ക് നിർത്തണ്ടേ? എങ്ങനെയെങ്കിലും ഇത് നിർത്തിയില്ലെങ്കിൽ ഞാനും മക്കളും കഷ്ടപ്പെടും. പിന്നെ ഹലോ, ഇന്നെ ഓർമ്മ ഉണ്ടോ? ആടാ നീ ആടാ ഇന്നിന്റെ മുഖത്തടിച്ച് മറന്നോ നിങ്ങള്? അല്ലേ ചി ശരിക്കും ഇയാക്കെന്താ ജോലി? ഗാനമേള ട്രൂപ്പൊക്കെ നടത്തിയിരുന്നത് കുടിച്ചെല്ലാം നശിപ്പിച്ച് നല്ല ശ്രുതി. മക്കളുടെ കാര്യ ഞങ്ങൾ മാഹിയിൽ ഒരു ഡി അഡിക്ഷൻ സെന്റർ തുടങ്ങാൻ വേണ്ടിയിട്ട്, അതായത് ഈ മദ്യപാനികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം. അപ്പോ ഏച്ചിയെ പോലുള്ളവരുടെ അഭിപ്രായത്തിന് വേണ്ടിയിട്ട് വന്നതാ. അപ്പൊ കണ്ടില്ലേ, ഇത്തരത്തിലുള്ള ഒരുപാട് കുടുംബങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പൊ ഇവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മാഹിയിലൊരു ഡി അഡിക്ഷൻ സെന്റർ തുടങ്ങാനുള്ളൊരു പദ്ധതിയിലാണ് ഞങ്ങൾ. ഈ ഒരു ശ്രമത്തിന് നിങ്ങളുടെ സഹായം വേണം. നിങ്ങളാൽ കഴിയുന്നത് ഞങ്ങൾ തരുന്ന അക്കൗണ്ടിലേക്ക് അയക്കുക. ഞങ്ങൾ ഇറങ്ങിയില്ലേ, നിങ്ങളും ഒപ്പം ചേരും. നിങ്ങളാൽ കഴിയുന്നത് ഞങ്ങൾ തരുന്ന അക്കൗണ്ടിലേക്ക് അയക്കുക.